ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിടെക് ഇപ്പോൾ പാസ് ഔട്ട് ആയ വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ പാസ് ഔട്ട് ആവാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുകൂടാതെ ഡിപ്ലോമ, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ ഈ രണ്ട് സ്ട്രീമിനും പഠിച്ചിരിക്കുന്ന ബിടെക്കുകാർക്കും അതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്കും കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു യൂണിഫോം ഫോഴ്സാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത്. ഇപ്പോൾ എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസിൽ ഹെവി ലൈസൻസ് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്കുണ്ടായിരിക്കണം. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വളരെ വൈകിയായിരിക്കും. എന്നാൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ തീരുന്നതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക്, അതായത് ലൈസൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം വർഷത്തിൽ വളരെ കുറച്ച് സ്ലോട്ടുകൾ മാത്രമേ ഹെവി ലൈസൻസിന് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അതുകൂടി അപേക്ഷിക്കേണ്ടതാണ്. പഠനം തുടങ്ങുന്നതിനൊപ്പം തന്നെ ഹെവി ലൈസൻസ് കൂടി എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കേണ്ടതാണ്. ഓർക്കുക, യൂണിഫോം ഫോഴ്സുകളിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഫോഴ്സാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. അതിൽ തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു സ്വാധീനം കൂടിയുണ്ട്. മാത്രമല്ല, മറ്റെല്ലാ എക്സാമിനേഷനിലും എല്ലാ മേഖലയിലുള്ളവർക്കും എഴുതാൻ പറ്റുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. അതായത് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത അവസാനം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 517/2022 അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 തീരും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ 27 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരത്തക്ക രീതിയിൽ PSC എന്ത് ചെയ്യും, പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ എല്ലാ എക്സാമിനേഷനിലും PSC അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലും അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എഴുതാൻ പറ്റുമെന്നും കിട്ടുമെന്നും ഉറപ്പുള്ളൊരു പോസ്റ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിന്റെ യോഗ്യത അന്ന് നൽകിയിരുന്നത് 10ാം ക്ലാസ് പാസ്സായ ശേഷം നേടിയിട്ടിരിക്കുന്ന ഡിപ്ലോമയാണ് ആദ്യത്തെ യോഗ്യത. 3 വർഷം ഡിപ്ലോമ തന്നെ വേണം. അത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിടെക് യോഗ്യത കരസ്ഥമാക്കിയിരിക്കണം, മെക്കാനിക്കലിലോ ഓട്ടോമൊബൈലിലോ. ഇനി നമ്മൾ ഇതിന്റെ സാലറിയെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് സ്കെയിൽ ഓഫ് പേ 45,600 തുടങ്ങി 95,600 അവസാനിക്കുന്ന അത്യാവശ്യം ആകർഷകമായ സാലറി സ്കെയിൽ തന്നെയുള്ളതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 19 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റിൽ നമുക്ക് പറ്റും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാറ്റഗറി നമ്പർ 517/2022 എന്ന നമ്പർ പ്രകാരമായിരുന്നു ഈ ഒരു എക്സാമിനേഷൻ നേരത്തെ നടത്തിയത്. അന്ന് DOE 2/9/2024 നിലവിൽ വന്നു. അന്ന് ഈ ആപ്ലിക്കേഷൻ അപേക്ഷിക്കുവാൻ വേണ്ടി, അതായത് പരീക്ഷ എഴുതുവാൻ വേണ്ടി അപേക്ഷിച്ചത് 10,787 പേര് മാത്രമായിരുന്നു. അന്ന് ആ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് 59.67 മാർക്കും മാക്സിമം മാർക്കായിട്ട് 83.33 പേരും ഉണ്ടായിരുന്നു. അന്ന് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 950 പേരെയാണ് പ്രധാനമായിട്ടും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അന്ന് ആ ഒരു എക്സാമിനേഷന്റെ ബേസിൽ 606 വരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ഇതിനോടകം തന്നെ 121 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഒരു ഗ്രൂപ്പായിട്ട് അഡ്വൈസ് പോകുന്നൊരു വിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നിയമനം നടക്കും. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളത് കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. DOE 2/9/2024 വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി 3 വർഷം കഴിഞ്ഞിട്ട് കറക്റ്റ് ഈ ഒരു തീയതിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിന് വരണമെങ്കിൽ ഏതാണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, നമ്മുടെ മുമ്പ് ഇനി ചുരുങ്ങിയ മാസങ്ങളായിരിക്കും, ആ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് വരും, നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയാം. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ യോഗ്യതകളൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന തീയതിക്ക് മുമ്പ് നമ്മൾ ഉണ്ടായിരിക്കണം. അതായത് ഡിഗ്രി, അതായത് ബിടെക് യോഗ്യതയാണെങ്കിലും ഡിപ്ലോമ യോഗ്യതയാണെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നതിന് മുമ്പ് രണ്ടാമത് ഈ പറയുന്ന പോലെ ഹെവി ലൈസൻസ് പോലുള്ള കാര്യങ്ങളും നിങ്ങൾ നേരത്തെ കരസ്ഥമാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഹെവി ലൈസൻസ് എടുക്കുവാനുള്ള മുൻകരുതലുകളുമായിട്ട് മുമ്പോട്ട് പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ മുമ്പോട്ട് കൊണ്ടുപോകുക. അതിന് ഇനി വേണ്ടത് പഠനമാണ്. ഓൾറെഡി നിങ്ങൾ ഹെവി ലൈസൻസ് കാര്യം പറഞ്ഞു, പഠനം സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിനേഷനിൽ നിരവധി റാങ്ക് ജേതാക്കളെ ഏണസ്റ്റ് അക്കാഡമിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിനായിട്ട് ഏറ്റവും മികച്ച കോച്ചിങ് സെൻ്റർ ആയിട്ടുള്ള ഏണസ്റ്റ് അക്കാഡമിയിൽ തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോവുക. നമുക്കറിയാം അത്യാവശ്യം മത്സരമുള്ളൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കോച്ചിങ് സെൻ്ററിൽ പഠിച്ച് ഏറ്റവും നന്നായിട്ട് തയ്യാറെടുത്ത് പോകണം. നമ്മുടെ പേഴ്സണലൈസ് മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുക. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടും പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വിശദവിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.